കോയമ്പത്തൂര് വരുമ്പോ ഊബർ ഊബറില് ഓട്ടോ ബുക്ക് ചെയ്യും മെയിൻ ആയിട്ട്. ഓട്ടോ അല്ല മറ്റേത് ഓട്ടോന്റെ കാര്യത്തിൽ നമ്മൾ കൺഫേം ആണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ, കോയമ്പത്തൂര് വന്നിട്ട് ഒരു 2-3 മാസം കൂടെ വന്നപ്പോഴും ഇതേ ഓട്ടോ ബുക്ക് ചെയ്ത സമയത്ത് ആപ്പിൽ കാണിച്ച എമൗണ്ടും അതുപോലെ തന്നെ നമ്മൾ അവസാനം ഇറങ്ങുമ്പോ അവരാവശ്യപ്പെടുന്ന ഡ്രൈവർ ആവശ്യപ്പെട്ട പൈസ തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. കാണിക്കുകയാണെങ്കിൽ പൈസ കാണിക്കുകയാണെങ്കിൽ വേറെ പുറത്തുള്ള ചോദിക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെ സംഭവിച്ചു. അപ്പൊ നമ്മൾ വിചാരിച്ചത് റയർ കേസ് ആയിട്ട്, പക്ഷെ വീണ്ടും ഇവിടെ വന്നപ്പോഴാണ് ഒരാളെടുത്തൊന്നല്ല 2-3 ആൾക്കാരെ എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ ഓട്ടോ അങ്ങനെയാണ്, മറ്റുള്ള സർവീസ് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളെ നമ്മളെ കാറാണോ? അല്ല, അപ്പൊ നമ്മള് റെഡ് ടാക്സി എന്ന് പറഞ്ഞൊരു ടാക്സിയിലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോ കാറ് വരുന്നുണ്ട്. ഇവിടെ കോയമ്പത്തൂര് നല്ല റെഡ് ടാക്സി ഇങ്ങനെ കാണുന്നുണ്ട്, ഇങ്ങനെ തുരുതുരാ പായുന്നുണ്ട്. അപ്പൊ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്ത് നോക്കിയപ്പോ അതില് കറക്റ്റാ. അപ്പൊ അതില് ആളുടെ അടുത്ത് ഞങ്ങൾ ആദ്യം ചോദിച്ചു അതിൽ കാണിക്കുന്നതിനൊക്കെ അധികം വരുവാണ്. പക്ഷെ അയാളെന്താ പറഞ്ഞ ആള് പറഞ്ഞ് അതിൽ എത്രയാണോ കാണിക്കുന്നത് അത് തന്നാ റെഡ് ടാക്സി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം റെഡ് ടാക്സി പറയുന്നത്. ഞാൻ നമ്മളെ റെഡ് ടാക്സി വന്നിട്ട് അതിൽ കയറി എങ്ങനെയാണ് അതിന്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഞങ്ങൾ അപ്പൊ നമ്മള് റെഡ് ടാക്സിയിൽ കയറിയാണ്. ബ്ലോക്കിന്റെ അനുസരിച്ച് വന്നിക്കുന്നു. എന്താ പറയാ, നമ്മള് വെറുതെ അതില് പിന്നെ ചൂടും കൊണ്ട് പോകുന്നതിന് പകരം ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. നമ്മള് ഉദ്ദേശിച്ച നമ്മള് അതിൽ കാണിച്ച പൈസ ഒക്കെ കൊടുത്താണ്. ഇത് നേരത്തെ അവര് ഓട്ടോറിക്ഷക്കാര് പറഞ്ഞത് 150 1 കിലോമീറ്ററിന് അല്ലേ? റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ നോക്കിയ പക്ഷെങ്കിൽ ഇപ്പോ നമ്മൾ പോണത് എത്ര കിലോമീറ്റർ ആക്കുക? 2.5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. പിന്നെ 100 രൂപ. റെഡ് ടാക്സി അപ്പൊ നോക്കാം.